പച്ചയ്ക്ക് മതരാഷ്ട്രവാദം പറയുന്നവരാണ് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി. അവരെ ന്യായീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്കിപ്പോൾ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത്. അതായത് അപകടകരമായ ഒരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുത്തുകയാണ് കേരളത്തിൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് UDF മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കുന്ന ഗൗരവതരമായ സമീപനമാണ് കാണാൻ കഴിയുന്നത്. അത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള പിന്തുണയല്ല. അതിനപ്പുറത്തേക്ക് UDF എന്ന് പറയുന്ന മുന്നണിയുമായി സഹകരിപ്പിച്ച് അവരുടെ യോഗത്തിലടക്കം പങ്കെടുക്കുന്ന രീതിയിലേക്ക് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. നൃപൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. നൃപൻ, അപകടകരമായ മതനിരപേക്ഷതയെ കാക്ഷിക്കുന്ന ആളുകളെയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണോ നിലമ്പൂരിൽ ഈ തീവ്ര മതവാദം പറയുന്ന വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് UDF രൂപപ്പെടുത്തുന്നത്? മനു, തീർച്ചയായും അങ്ങനെ തന്നെ വായിച്ചെടുക്കണം. കാരണം അദ്ദേഹം പഴയ പ്രതിപക്ഷ നേതാവിൽ നിന്ന് എത്ര ഏറെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെത്തി നിൽക്കുമ്പോൾ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പഴയ പ്രസ്താവനയും ഇപ്പോഴത്തെ പ്രസ്താവനയും കാണുന്ന ഏതൊരു പ്രേക്ഷകർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവുക. എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഒരു തരത്തിലും ഒരു മതവർഗീയ പ്രസ്ഥാനങ്ങളുമായോ ജാതി സമുദായ സംഘടനകളുടെയോ തിണ്ണനിരങ്ങാൻ താൻ ഉണ്ടാകില്ല എന്ന നിലപാട് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം UDFൻ്റെ ചെയർമാനായി പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് എത്തിയ ആദ്യ വാർത്താ സമ്മേളനം മുതൽ നിരന്തരം അദ്ദേഹം പല ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ നിലപാട് ആവർത്തിച്ചതാണ്. ഈ കാട് കയറി കിടക്കുന്ന കോൺഗ്രസിൻ്റെ മതേതര നിലപാട് വെട്ടിത്തെളിച്ച് മതേതര മുഖം നൽകുക എന്നതാണ് UDFൻ്റെ ചെയർമാൻ എന്ന നിലയിൽ തൻ്റെ ചുമതല എന്ന് പ്രഖ്യാപിച്ച നേതാവാണ്. അതിനെല്ലാം ഘടകവിരുദ്ധമായി നിലമ്പൂരിൽ വന്ന് ആദ്യം വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ട പലതരത്തിലുള്ള പ്രസ്താവനകളും VD സതീശൻ്റെ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് വെൽഫെയർ പാർട്ടി എന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്ര സങ്കല്പം ഉയർത്തിപ്പിടിക്കുകയും വർഗീയത എല്ലാ ഘട്ടങ്ങളിലും തുറന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന RSSൻ്റെ ഈ അതേ മുഖമുള്ള ഒരു വർഗീയ ഭീകര രാഷ്ട്രീയ പ്രസ്ഥാനവുമായി കൈകോർക്കുന്നതിൽ ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ ജാള്യതയില്ലാതെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സമ്മതിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു തരത്തിലും ഇക്കാര്യത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹം തുറന്നു പറയുകയാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തുടർച്ചയായി പിന്തുണച്ചു, പല ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങളെ തുടർച്ചയായി പിന്തുണച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തങ്ങൾ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുകയാണ്. സ്വാഭാവികമായുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായ ഒരു പ്രതികരണം പോലെ അദ്ദേഹം ഒരു തരത്തിലുള്ള ജാള്യതയുമില്ലാതെ ഇത് അംഗീകരിക്കുന്നു എന്നതാണ്. മാത്രമല്ല, ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോലും അവർ സ്വയം ന്യായീകരിക്കാത്ത കാര്യം, അവരെ വെള്ളം വീശുന്ന സമീപനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വാർത്താ സമ്മേളനത്തിൽ എടുക്കുകയും ചെയ്തു. അവർക്ക് മതരാഷ്ട്ര സങ്കല്പമൊന്നും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നില്ല. അവർക്ക് ആ നിലപാടുകളെല്ലാം തിരുത്തി അവർ ശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ ഒരു മത തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന നയങ്ങൾക്ക് വ്യത്യസ്തമായി അദ്ദേഹം സമീപനം സ്വീകരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ വരുന്ന നിലമ്പൂരിലെ 7 ദിവസക്കാലവും വോട്ടെടുപ്പിലേക്ക് ജനങ്ങൾ 19-ന് പോകുമ്പോൾ സ്വാഭാവികം നിലമ്പൂർ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ രാഷ്ട്രീയ ഒരു ക്യാമ്പയിനായി, ഒരു രാഷ്ട്രീയ നിലപാടായി ഇത് മാറാൻ പോവുകയാണ്. പ്രത്യേകിച്ച് വലിയ തരത്തിൽ നിലമ്പൂരിൽ അത് വലിയ ആഘാതമുണ്ടാക്കും. മാത്രമല്ല, മനു പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിൻ്റെ ഈ മാറ്റം എന്തിൻ്റെ സൂചനയാണ്? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ രാഷ്ട്രീയ ധാരണ രൂപപ്പെട്ടിരിക്കുന്നു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ അസോസിയേറ്റ് ഘടകകക്ഷിയായി തന്നെ ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയും ഇത്തരമുള്ള സമാനമായ പോപ്പുലർ ഫ്രണ്ട്, SDPI തുടങ്ങിയ വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള നീക്കുപോക്ക് സ്വാഭാവികമായി അവർക്കുണ്ടാകുമെന്നതിൻ്റെ സൂചന കൂടിയായി ഇതിനെ കാണേണ്ടി വരും. ഇന്നത്തെ പ്രതികരണം കേരള രാഷ്ട്രീയത്തിൽ, നിലമ്പൂർ രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകാനാണ് സാധ്യത. മനു, ശരി. നൃപൻ വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്.